ഗുരുവായൂരപ്പനെ കാണാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടി. മഞ്ജുളാലിൻ്റെ മുമ്പിൽ ഗരുഡൻ പറക്കാൻ തയ്യാറായിരിക്കുന്നു. നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ, ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരപ്പൻ്റെ തീവ്ര ഭക്തിയായിരുന്ന മഞ്ജുള വാരിസ്യാർ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭഗവാന് മാല ചാർത്തുമായിരുന്നു. ഒരു ദിവസം വാരിസ്യാർ വൈകി വന്നതിനാൽ ഭഗവാന് മാല ചാർത്താൻ സാധിക്കാതെ നട അടച്ചിരുന്നു. ഉത്സവ സമയമായിരുന്നതിനാൽ ആനയോട്ട് ആരംഭിക്കുന്ന ആൽമരത്തിൻ്റെ അടുത്തുവരെ മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. വിഷമിച്ചു നിന്ന മഞ്ജുള വാരിസ്യാരെ കൃഷ്ണഭക്തനായ പൂന്താനം നമ്പൂതിരിപ്പാട് കാണുവാനിടയായി. ദുഃഖിതയായ വാരിസ്യാരെ ആശ്വസിപ്പിക്കാൻ ഭഗവാൻ എല്ലായിടത്തും ഉള്ളതിനാൽ ആൽമരച്ചുവട്ടിലെ കല്ലിൽ മാല ചാർത്താൻ പറയുന്നു. ആമയുടെ പുറത്ത് ഉറപ്പിച്ചിരിക്കുന്ന 14 തട്ടുകളുള്ള ഓട്ടുവിളക്ക്, ഇതിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുമോ? മാല കല്ലിൽ സൂക്ഷിച്ച വാരിസ്യാർ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ മേൽശാന്തി വിഗ്രഹത്തിൽ നിന്നും എല്ലാ മാലകളും നീക്കം ചെയ്യുമ്പോൾ ഒരു മാല വിഗ്രഹത്തിൽ കുടുങ്ങി. ഭക്തർ അമ്പരന്നെങ്കിലും തലേരാത്രിയിൽ നടന്ന കാര്യം പൂന്താനം ഓർമ്മിച്ചു. അത് ആൽമരച്ചുവട്ടിൽ മഞ്ജുള വാരിസ്യാർ ചാർത്തിയ മാലയായിരുന്നു. അന്നു മുതൽ ആൽമരം മഞ്ജുളാൽ എന്നറിയപ്പെടുന്നു. സന്ധ്യ കഴിഞ്ഞുള്ള കാഴ്ച. കിഴക്കേ നടയിലെ നടപ്പന്തലിലേക്ക്. കാലങ്ങൾ പുരോഗമിക്കുമ്പോൾ നടപ്പന്തലിൻ്റെ നീളവും കൂടുന്നു. നടപ്പന്തലിൻ്റെ മധ്യഭാഗത്തുള്ള ഗേറ്റിനടുത്തായി താക്കോൽ പൂജയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാറുകൾ. എത്രയായിരം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഭഗവാൻ കൃഷ്ണനെ കാണാൻ ഇവിടെ വരുന്നത്. ഈ നടപ്പന്തലിൽ കാല് വയ്ക്കുമ്പോഴേ ഒരു പ്രത്യേക മാനസിക സന്തോഷം. ഇതാണ് ദർശനത്തിനുള്ള വരി ആരംഭിക്കുന്ന കവാടം. മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിക്കുന്നതിനാൽ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ദർശനത്തിന് വരി നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്താണ് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. നൃത്തവും സംഗീതവും അഭ്യസിച്ച ധാരാളം കലാകാരന്മാരുടെ അരങ്ങേറ്റ സ്ഥലം. ഭഗവാൻ കൃഷ്ണനിലേക്ക് അല്പദൂരം കൂടെ നടക്കണം. എന്നാൽ ഈ നടപ്പ് കിഴക്കേ നടയുടെ മുമ്പിലെ വിളക്ക് വരെ. അകത്ത് പ്രവേശിക്കാതെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു. അകത്ത് പ്രവേശിക്കുന്നതിന് ധാരാളം നിയന്ത്രണങ്ങൾ. ഷർട്ട് ധരിക്കാൻ പാടില്ല, പാൻറ് ധരിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് എന്നിവ നമ്മുടെ കയ്യിൽ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒറ്റയ്ക്ക് വന്ന ധാരാളം ഭക്തർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. വെളുപ്പിന് 3 മണിക്ക് നിർമ്മാല്യം തൊഴാനുള്ള വരി രാത്രി 12 മണി മുതൽ ആരംഭിക്കും. ഭഗവാൻ കൃഷ്ണനെ ദർശനഭാഗ്യം വേണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം. നെയ്വിളക്ക് എന്ന പേരിൽ വെളുപ്പിന് 2 മണി മുതൽ 1000 രൂപയുടെ പ്രത്യേക പാസ് കൊടുക്കുന്നുണ്ട്. ഈ പാസ് എടുക്കുന്നവർ 2:30 മണിക്ക് മുമ്പ് പൊതുദർശനത്തിന് വരി നിൽക്കുന്ന ഭാഗത്ത് സെക്യൂരിറ്റി ഗേറ്റിലെത്തണം. ഇതിനും ഏറ്റവും കുറഞ്ഞത് 100ഓളം ഭക്തർ ഉണ്ടാകും. എല്ലാ ഭക്തരും കിഴക്കേ കവാടത്തിലൂടെ കൃഷ്ണനാമം ഉരുവിട്ട് തിക്കിത്തിരക്കി കൃഷ്ണസന്നിധിയിലേക്ക്. ഏതാനും നിമിഷങ്ങൾ മാത്രം ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ തോന്നുന്ന ആത്മനിർവൃത്തി അനുഭവിക്കാനേ സാധിക്കൂ, പറയാൻ സാധിക്കില്ല. അത്താഴ ശീവേലിക്ക് ഭഗവാൻ കൃഷ്ണനെ എഴുന്നള്ളിക്കുവാനുള്ള ആന.
തെക്കേ നടയിലെ നടപ്പന്തലിലാണ് ഞാനിപ്പോൾ. തുണിക്കടയാണെങ്കിലും പൂക്കളും വിൽപ്പനയ്ക്ക്. തൊട്ടടുത്ത കടയിൽ ഭഗവാൻ കൃഷ്ണൻ വിവിധ ഭാവങ്ങളിലും വലിപ്പത്തിലും. കിഴക്കേ നടയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം പോലെ തെക്കേ നടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. മുഹൂർത്ത നേരം അനുസരിച്ച് കിഴക്കേ നടയിലെ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്താൻ സാധിക്കാത്തവർ ഇവിടെ അരങ്ങേറ്റം നടത്തുന്നു. 2 ഓഡിറ്റോറിയത്തിലും ധാരാളം കാഴ്ചക്കാർ. ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ലാത്ത മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, ക്യാമറ എന്നിവ ഇവിടെ സൂക്ഷിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള വിവിധ വഴിപാടുകൾക്ക് നമ്മൾ ഈ കൗണ്ടറുകളിൽ വേണം പൈസ അടയ്ക്കാൻ. പടിഞ്ഞാറേ നടയോട് ചേർന്ന് വഴിപാടുകളുടെ പ്രസാദം വാങ്ങുന്ന കൗണ്ടർ. ഇതുകൂടാതെ ക്ഷേത്രത്തിനകത്ത് വടക്കേ നടയുടെ എതിർഭാഗത്ത് മറ്റൊരു പ്രസാദ കൗണ്ടർ കൂടെ പ്രവർത്തിക്കുന്നു. ഇത് പടിഞ്ഞാറേ നട. അധികം ഭക്തജനത്തിരക്കില്ലാതെ ഇവിടെ നിന്നും പ്രാർത്ഥിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനപ്പന്തിയിലെ ഒറ്റക്കൊമ്പൻ പനമ്പട്ട നിന്ന് വിശ്രമിക്കുന്നു. അത്താഴശീവേലിക്കുള്ള തയ്യാറെടുപ്പ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം. ഭക്തജനങ്ങൾക്ക് ഇവിടെ കുളിക്കുവാനുള്ള സൗകര്യമുണ്ട്. എണ്ണയും സോപ്പും ഉപയോഗിക്കാൻ പാടില്ല. കുളത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോൾ ഏകദേശം 1 മീറ്റർ ദൂരത്തിൽ കമ്പിവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുളിക്കുന്നവർ ഇതിനപ്പുറത്തേക്ക് പോകാനോ നീന്താനോ പാടില്ല. ക്യാമറ നിരീക്ഷണവും കാവൽക്കാരും ഉണ്ട്. പ്രസാദ ഊട്ട് നടക്കുന്ന മണ്ഡപത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അകത്ത് പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
കുളക്കരയുടെ വശങ്ങളിലെ വരിയിൽ പ്രസാദകൂട്ടിന് കാത്തു നിൽക്കുന്നവർ ശീവേലിക്ക് ശേഷം മാത്രം ഇനിയും ഏകദേശം 1 മണിക്കൂർ കാത്തു നിൽക്കണം. ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിബന്ധനകൾ ബാധകം. ക്ഷേത്രത്തിന് ഒരു വലം വെച്ച് വീണ്ടും കിഴക്കേ നടയിലേക്ക്. ഭക്തജനത്തിരക്ക് ഏറുന്നതനുസരിച്ച് ഈ കമ്പിവേലികൾക്കകം ഭക്തജനങ്ങളെ കൊണ്ട് നിറയും, പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിൽ. വാടകയ്ക്കൊരു മുറിയെടുത്ത് കുളിയും തേവാരവും നടത്താൻ സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ. കിഴക്കേ നടയിലും ഒരു ക്ലോക്ക് റൂം. വീണ്ടും കിഴക്കേ നടയിലെ നടപ്പന്തലിലൂടെ പുറത്തേക്ക്. നടപ്പന്തലിൻ്റെ രാത്രിയിലെ ഭംഗി ഇവിടുത്തെ അലങ്കാര ലൈറ്റുകളാണ്. ഞാൻ വന്നതും ലൈറ്റ് അണഞ്ഞു. ശ്രീകൃഷ്ണ റെസിഡൻസി പടിഞ്ഞാറേ നടയിൽ നിന്നും 250 മീറ്റർ ദൂരം. ഇവിടെയായിരുന്നു എൻ്റെ താമസം. രാവിലെ എണീറ്റ് കുളിച്ച് വേഷം മാറി മമ്മിയൂർ ക്ഷേത്രത്തിലെത്തി. മമ്മിയൂർ അപ്പനെയും തൊഴുതു. ഇവിടെ നിന്നും പുന്നത്തൂർ കോട്ടയിൽ പോകണം, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആനകളെ കാണാൻ. പുന്നത്തൂർ കോട്ടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം. വളരെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. പ്രവേശന പാസ് എടുത്ത് മുമ്പോട്ട് ഒരാൾക്ക് 20 രൂപ, മൊബൈൽ ക്യാമറ 25 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ. ഇതാണ് ആനകൾ കുളിക്കുന്ന, അല്ല, ആനകളെ കുളിപ്പിക്കുന്ന കുളം. കോട്ടപ്പടി എന്ന സ്ഥലത്തുള്ള പഴയ കൊട്ടാരവും കോട്ടയുമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പുന്നത്തൂർ കോട്ട എന്ന ആനക്കോട്ട. ഈ 11.5 ഏക്കർ സ്ഥലം ഒരു കാലത്ത് പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. ക്ഷേത്രത്തിലെ ആചാരപരമായി നടക്കിരുത്തുന്ന ആനകളാണ് ഇവിടെയുള്ളത്. 86 ആനകളെ പാർപ്പിച്ചിട്ടുള്ള ഈ ആനക്കോട്ടയിൽ ഇപ്പോൾ 38 ആനകളെ ഉള്ളൂ. ഈ ആനക്കോട്ടയിലെ ആനകളിലെ ചെറുപ്പക്കാരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഇവിടെ നിന്നുമുള്ള ആനകളെയാണ് കൊണ്ടുപോകുന്നത്. ഗണപതിക്കുള്ള വഴിപാടായി ആചരിക്കുന്ന ഗജപൂജ, ആനയൂട്ട് എന്നിവയ്ക്കും ഈ ആനകൾ ഭാഗമാകുന്നു. എൺപത്തിരണ്ട് വയസ്സുള്ള രാമചന്ദ്രൻ എന്ന ആനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമായ ആന. ഗജരാജൻ ഗുരുവായൂർ കേശവൻ എന്ന ഐതിഹാസിക ആനയായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആന. 1922 നിലമ്പൂർ കോവിലകം ക്ഷേത്രനടയിൽ ഇരുത്തിയ ഗജരാജൻ 1976 ചരിഞ്ഞു.
ഈ ഒറ്റക്കൊമ്പനെയാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ പനമ്പട്ട നിന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രശസ്തി വിളിച്ചു പറയുന്ന ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ ഒരു മലയാള സിനിമ പിന്നീട് ഇറങ്ങിയിരുന്നു. പുന്നത്തൂർ രാജാവിൻ്റെ വകയായിരുന്ന പഴയ നാലുകെട്ടും നടുമുറ്റവും പരമ്പരാഗത ചതുരാകൃതിയിലുള്ള ഭവനവും ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിലും സന്ദർശകർക്ക് പ്രവേശനമില്ല. ഇതിനകത്ത് ശിവനും ഭഗവതിക്കും ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു, കാണാൻ സാധിച്ചില്ല. ആനപ്പാപ്പാന്മാർക്ക് വേണ്ടി ആനകളെ കൊണ്ടു നടക്കുന്ന വിധം പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രവും ഇവിടെയുണ്ട്. ഈ ആനയെ കണ്ടോ? മദപ്പാടിലാണ്, സുഖചികിത്സയിലുമാണ്. ക്യാമറ കണ്ടപ്പോൾ ഒന്ന് സ്ഥലം മാറി നിന്നു. ഇവിടെയുള്ള ആനകളിൽ 20ഓളം ആനകൾ മദപ്പാടിലും സുഖചികിത്സയിലുമാണെന്നാണ് അറിഞ്ഞത്. പ്രധാന കാരണം നമ്മുടെ കാലാവസ്ഥ. ഗുരുവായൂരപ്പൻ്റെയും പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെയും കാഴ്ചകളും വിവരണങ്ങളും എല്ലാവർക്കും ഇഷ്ടമായോ? വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്.